everyone, welcome to Binus English class. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കേട്ടോ. നമ്മുടെ മനസ്സിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ചെറിയ ചെറിയ സെന്റൻസുകൾ, പക്ഷെ നമ്മൾ അത്ര ശ്രദ്ധിക്കാറില്ല. ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം പറയട്ടെ, അതൊരു സെന്റൻസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഒന്നും മനസ്സിൽ വരുന്നില്ല, അതല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയാ, എന്ത് പറയാനാ, ഇനിയിപ്പോൾ വീട്ടിലെ അമ്മമാരാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ആൻറ്റിയോട് അല്ലെങ്കിൽ ചേച്ചിയോട് ചോദിക്കുക അല്ലേ, ആ മീൻകാരൻ പോയോ? ഇങ്ങനെയുള്ള കുറേ സെന്റൻസുകളുണ്ടല്ലോ. നമ്മൾ ഇതെല്ലാം ഹിന്ദി തന്നെ പറഞ്ഞാലല്ലേ നമുക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയുള്ളൂ അല്ലേ? നമ്മൾ കുറേ സെന്റൻസുകൾ, വലിയ വലിയ എന്താ പറയുക, പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇത് മാത്രമല്ലാതെ നമ്മുടെ ഡെയിലി റുട്ടീനിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കുറേ കുട്ടി കുട്ടി സെന്റൻസുകളുണ്ട്. അപ്പൊ അതായിരിക്കും എനിക്ക് തോന്നുന്നു കൂടുതൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്താ പറയുക പറയാൻ ശ്രമിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലൂടെ എളുപ്പമായിട്ട് വരുന്നത് അങ്ങനെയായിരിക്കും എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. എങ്ങനെയാ പറയാ ഹിന്ദിയില്? ഞാനൊരു കാര്യം പറയട്ടെ. എല്ലാവരും ഇത് പറയാത്ത ആരും ഉണ്ടാവില്ല അല്ലെ? ഞാനൊരു കാര്യം പറയട്ടെ. മേക്ക്, ഞാൻ ഒരു കാര്യം, ഏക് ബാത് ബതാവും, അല്ലെങ്കിൽ ഏക് ബാത് ബോലും, മേൻ ഏക് ബാത് ബോലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറയട്ടെ എന്നാണ്. ഓക്കെ, ഇനിയിപ്പോ ചോദിക്കാണ് എന്ത് ചെയ്യാനാ, എന്ത് ചെയ്യാനാ, നമ്മൾ എന്താ ചെയ്യാ? അപ് ക്യാ കറൂ, അപ് ക്യാ കറൂ എന്നാണ് സിമ്പിൾ ആയിട്ട് ചോദിക്കുക. അല്ലെങ്കിൽ അഭി ക്യാ കരേങ്കി, അഭി ക്യാ കരേങ്കി എന്ന് ചോദിക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കില്ലേ, ഇപ്പൊ എന്ത് ചെയ്യും, അപ് ക്യാ കറൂ. ഇനി മനസ്സിലൊന്നും വരുന്നില്ല, മനസ്സിൽ ഒന്നും വരുന്നില്ല, നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐഡിയ ആലോചിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പറയുന്നത് ഒന്നും വരുന്നില്ല, ഒന്നും മനസ്സിലൊന്നും വരുന്നില്ല. മന്മേ കുച്ച് നെയ്യാറ്, മന്മേ കുച്ച് നെയ്യാറ്. വളരെ സിമ്പിൾ അല്ലേ? നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ കുട്ടി കുട്ടി വാക്കുകൾ നമ്മൾ ഡെയിലി സംസാരിക്കുന്നത് ഹിന്ദിയിലേക്ക് ആക്കാനായിട്ട് നമ്മളൊന്ന് സ്ട്രഗിൾ ചെയ്യും അല്ലേ? പക്ഷെ അത് ചിന്തിച്ച് നോക്കുമോ, അതിങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ വളരെ എളുപ്പമാണ്. നമുക്ക് ഈ വാക്കുകളൊക്കെ പഠിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്ന കാര്യമാണത്. പക്ഷെ നമ്മൾ അത്രയും ചെറിയ സെന്റൻസുകൾ ഹിന്ദിയിലോട്ടൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തൊന്ന് സംസാരിച്ച് നോക്കണം. ഒരു എക്സ്പീരിയൻസ് ആണ് അത് നമുക്ക് കേട്ടോ. മന്മേ കുച്ച് നെയ്യാരെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലൊന്നും വരുന്നില്ല. ഇനി എനിക്ക് തീരെ വയ്യ, മെരി തബിയത്ത് ടീക്ക് നെയ്യ്, അങ്ങനെയാണ് ആ ഒരു വാക്ക് യൂസ് ചെയ്യുന്നത്. മെരി തബിയത്ത് ടീക്ക് നെയ്യ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ശരീരം തീരെ വയ്യ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. മെരി തബിയത്ത് ടീക്ക് നെയ്യ്, എനിക്ക് തീരെ വയ്യ. അതുപോലെ തന്നെ ആ മീൻകാരൻ പോയോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ആ മീൻകാരൻ പോയോ എങ്ങനെയാ ചോദിക്കുക? മീൻകാരൻ എന്ന് പറയുന്ന മച്ചിലി ബേജിനെ വാല എന്ന് പറയാം. മച്ചിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷ്, ബേജിനെ വാല എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽക്കണ ആള്, അതല്ലെന്നുണ്ടെങ്കിൽ മച്ചുവ എന്ന് പറയാം. മീൻകാരന് മച്ചുവ എന്ന് പറയാം. മച്ചുവ, മച്ചുവാര എന്നൊക്കെയാണ് കേട്ടോ മീൻ പിടിക്കുന്ന ആളുകളെ പറയുന്നത്. മച്ചുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീൻ വിൽക്കുന്ന ആള്, മീൻ പിടിക്കുന്ന ആള് എന്നാണ് കേട്ടോ. ശരി, ഓ മച്ചുവ ഗയാ, ക്യാ ഓ മച്ചുവ ഗയാ, പോയോ എന്നാണ് കേട്ടോ. ക്യാ ഓ മച്ചുവാര ചല ഗയാ. ഇനി സമയം എത്രേ? സമയം കിത്തന ഹുവ, സമയം കിത്തന ഹുവ, സമയം എത്രേ? നമ്മളൊക്കെ എപ്പോഴും ചോദിക്കുന്നതല്ലേ, സമയം എത്രേ, കിത്തന ഹുവ, ടൈം കിത്തന ഹുവ, അങ്ങനെ അല്ലേ? സമയം എന്നാണ് അതിന് ഹിന്ദിയിൽ സമയം തന്നെ പറയാം, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഇന്ന് ഏത് ദിവസം? ആജ് കൊൻസാ ദിന്നെ, ഇന്ന് ഏത് ദിവസമാണ്? ആജ് കൊൻസാ ദിന്നെ, ഇന്ന് ഏത് ദിവസം? ഓക്കെ, ഇനിയിപ്പോ ഉച്ച നേരത്തേക്ക് അമ്മമാര് തിരക്കിട്ട പണിയിൽ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പറയൂ ആ കട അടച്ചിട്ടുണ്ടാവും, ആ കട അടച്ചോ, എന്തെങ്കിലും വാങ്ങാനായിട്ട് മക്കളെ വിടുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കും 1 മണിയായി, ആ കട അടച്ചോ. എങ്ങനെയാ പറയാ? വോ ദുക്കാൻ ബന്ദ് കിയാ ഹൈ ക്യാ, വഹ് ദുക്കാൻ ബന്ദ് കിയാ ഹൈ ക്യാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കട അടച്ചോ എന്നാണ്. മനസ്സിലായോ? ഇനി ഓപ്പൺ ആണോ എന്ന് എങ്ങനെയാ ചോദിക്കുക? വോ ദുക്കാൻ കുലി ഹൈ ക്യാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കട തുറന്നിട്ടുണ്ടോ എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനിയിപ്പോ നമ്മൾ പറയും വീട്ടില് ഓഫ് ഇതിലെല്ലാം പൊടി പിടിച്ചു, ഇതിലെല്ലാം ഇൻ സബ്മേ ധൂൾ പക്കട, പൊടി പിടിക്കുക എന്ന് പറഞ്ഞാൽ ധൂൾ എന്ന് പറഞ്ഞാൽ പൊടി പിടിച്ചു, ധൂൾ പക്കട എന്ന് പറഞ്ഞാൽ പൊടി പിടിച്ചു, അങ്ങനെയാണ് കേട്ടോ. അല്ലെങ്കിൽ ഇൻ സബ്മേ ധൂൾ ജം ഗയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെല്ലാം പൊടി പിടിച്ചു. ഇന്ന് മാറാനടിക്കണമെന്ന് പറയില്ലേ നമ്മള്, ജാല എന്നാണ് മാറാനാണ് പറയണേ. ജാലി സാഫ് കർണ ഹെ, ക്ലീൻ ചെയ്യണം, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആജ് ജാലി സാഫ് കർണ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറാല ക്ലീൻ ചെയ്യണം എന്നാണ്. ഓക്കെ, ഇനിയിപ്പോ നമ്മള് എന്താ പറയാ, ചില മക്കളെ കുറിച്ചൊക്കെ ഇങ്ങനെ ആരെങ്കിലും കുറിച്ചൊക്കെ നമ്മളിങ്ങനെ പറയാല്ലേ, എന്തു പറയാനാ, ക്യാ ബോലു, എന്ത് പറയാനാ,
നമ്മള് ബുദ്ധിമുട്ട് വിഷമത്തിലൊക്കെ പറയും, അവൻ അങ്ങനെ തന്നെയാ, അവൻ അങ്ങനെ തന്നെയാ, വോത്തോ ഐസായിയേ, ക്യാ പോലും വോത്തോ ഐസായിയേ, എന്ത് പറയാനാ, അവൻ അങ്ങനെ തന്നെയാ, ക്യാ പോലും വോത്തോ ഐസായിയേ. മനസ്സിലായോ? ഓക്കെ. ഇനിയിപ്പോ മക്കളൊക്കെ ഇങ്ങനെ സൗണ്ട് വെച്ച് കളിക്കുമ്പോ ഓഫ് ഇത് എന്തൊരു സൗണ്ടാ, ഏ കേസി ആവാസേ, ആവാസ് എന്നാണ് കേട്ടോ സൗണ്ടിനെ പറയാം, ആവാസ്. അപ്പൊ ഏ കേസി ആവാസേ, ഇത് എന്തൊരു സൗണ്ടാ, ധീരെ പോലോ, ധീരെ പോലോ, ആസ്പാസ് മേ ലോകെ, ധീരെ പോലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ പറയൂ, ആസ്പാസ് ലോകെ, ആസ്പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊക്കെ ആൾക്കാരുണ്ട് എന്ന് പറയില്ലേ, ആസ്പാസ് അല്ലെങ്കിൽ ആജുബാജുമേ എന്നൊക്കെ പറയും കേട്ടോ, ആജുബാജുമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊക്കെ എന്നുള്ള അർത്ഥത്തില്. ഇനി അയൽവാസികളുടെ ആണെങ്കിൽ പഡോസി എന്നാ പറയാം, പഡോസി എന്ന് പറഞ്ഞാൽ അയൽവാസി. ഓക്കെ, ആസ്പാസ് ലോകെ ധീരെ പോലും. ഓക്കെ, ശരി. ഇനിയിപ്പോ ആരോടെങ്കിലും നമ്മൾ എന്തെങ്കിലും സംസാരത്തിൽ പറഞ്ഞു, ആൾക്കൊന്ന് ഹേർട്ടായി, അപ്പൊ നമ്മൾ പറയണേ, ഞാൻ തമാശക്ക് പറഞ്ഞതാ, ഞാൻ തമാശക്ക് പറഞ്ഞതാ, മെനെ മസാക് മേ ബോലി തീ, മസാക് എന്ന് പറഞ്ഞാൽ തമാശ, മെനെ മസാക് മേ ബോലി തീ, അല്ലെങ്കിൽ മസാക് മേ ബോലാത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ തമാശക്ക് പറഞ്ഞതാ എന്നാണ്. ഇനിയിപ്പോ തിരിച്ചാണെങ്കിൽ അവര് തമാശ പറയുന്നത് നമുക്ക് ഇഷ്ടാവുന്നില്ല, നമ്മളെ ഹേർട്ട് ചെയ്യണ്ടെങ്കിൽ നമ്മൾ പറയും മസാക് മത് കറോ, മസാക് മത് കറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമാശ ചെയ്യണ്ട, തമാശ കാണിക്കണ്ട എന്ന് നമ്മൾ ദേഷ്യത്തിൽ പറയില്ല, മസാക് മത് കറോ, അതാണ് കേട്ടോ. ഓക്കെ. അതുപോലെ ഇനിയിപ്പോ നമ്മുടെ കൂടെ കുറച്ച് ഏജ് ആയവരോ അല്ലെങ്കിൽ മക്കളോ ആരെങ്കിലൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോ പറയും, സൂക്ഷിച്ച് വീഴും, നമ്മുടെ വായിൽ പെട്ടെന്ന് വീഴുന്ന ഒരു വാക്കല്ലേ, സൂക്ഷിച്ച് വീഴും. എങ്ങനെയാണ്? ധ്യാൻസെ ഗിർജായക, ധ്യാൻസെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് എന്നുള്ള അർത്ഥത്തിലാട്ടോ, വീഴും ഗിർജായക, ധ്യാൻസെ ഗിർജായക, ധീരെ ചലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ നടക്ക് എന്നുള്ള അർത്ഥത്തില്. ഓക്കെ. ഇനിയിപ്പോ നമ്മളൊരു ഫ്രണ്ടിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, അപ്പൊ അവിടെ പെട്ടെന്ന് എന്തെങ്കിലും ആലോചനയിലായിരിക്കും, നമുക്ക് മനസ്സിലാവും നമ്മൾ സംസാരിക്കുന്നതെല്ലാം ശ്രദ്ധിക്കുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കും, ആ ക്യാ സോച്ചറേ, നീ എന്താ ആലോചിക്കുന്നേ, ആ ക്യാ സോച്ചറേ, നീ എന്താണ് ആലോചിക്കുന്നേ എന്നാണ് കേട്ടോ. അപ്പൊ എന്തോ ആയിക്കോട്ടെ, കുച്ചിനെയ് ഒന്നുമില്ല എന്നൊക്കെ ചിലപ്പോ പറയായിരിക്കാം. അതല്ലെങ്കിൽ കൽ പാർട്ടിമേ ജാനാ ഹെ, ചിലപ്പോ പാർട്ടിക്ക് പോകേണ്ട കാര്യമായിരിക്കും ആലോചിക്കുന്നത്, കൽ പാർട്ടിമേ ജാനാ ഹെ, നാളെ പാർട്ടിക്ക് പോകണം, കൽ പാർട്ടിമേ ജാനാ ഹെ, നാളെ പാർട്ടിക്ക് പോകണം. അങ്ങനെ ഇന്നത്തെ ക്ലാസ്സും കഴിഞ്ഞു. അങ്ങനെ സെന്റൻസ് ആണ് കേട്ടോ. ഓക്കെ, അങ്ങനെ ഇന്നത്തെ ക്ലാസ്സും കഴിഞ്ഞു. आज की क्लास भी खत्म हो गई, ऐसा आज की क्लास भी खत्म हो गई. കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇതുപോലെയുള്ള കുറെ കുട്ടി സെന്റൻസുകൾ നമ്മുടെ ഡെയിലി ലൈഫ് സ്റ്റൈലിൽ നമ്മുടെ മനസ്സിൽ കൂടെ ഓടുന്നുണ്ട് അല്ലെ, നമ്മൾ കുറെ പറഞ്ഞു പോകുന്നുണ്ട്, ആരും ശ്രദ്ധിക്കില്ല. നമ്മളിങ്ങനെ കുറെ സെന്റൻസുകൾ പഠിക്കുമ്പോൾ ഇത്തരം സെന്റൻസുകളൊന്നും നമ്മുടെ മൈൻഡിൽ വരത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള സെന്റൻസുകൾ നമ്മൾ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് സംസാരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കൂടുതൽ എളുപ്പം അതായിരിക്കും. കാരണം ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു ലൈഫിൽ യൂസ് ചെയ്യുന്നത്. മറ്റുള്ളതെല്ലാം നമ്മൾ ഓരോ സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്നതാണെങ്കിൽ പോലും ഇതെല്ലാം നമ്മുടെ കൂടെയുള്ള കുറെ സെന്റൻസുകളല്ലേ, നമ്മളൊപ്പത്തിൽ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ എന്താ പറയാ, നമ്മുടെ മൈൻഡിൽ കൂടെ കയറി ഇറങ്ങുന്ന കുറെ സെന്റൻസുകൾ. അപ്പൊ ഇതിനോട് കൂടി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിട്ട് കുറച്ചും കൂടി ഈ ഒരു ഭാഷയോട് അടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറെ എന്താ പറയാ സെന്റൻസുകൾ എടുത്തിട്ട് വന്നത്. അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. എന്നും പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം കേട്ടോ. പിന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ എന്നും ചെയ്യണ പോലെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്കും ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.